കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യ കത്തോലിക്ക രൂപതയെന്നറിയാമോ? അതെ, ഇന്ത്യയിലെ ആദ്യ കത്തോലിക്ക രൂപത രൂപം കൊണ്ടത് കൊല്ലത്താണ്. 1329 ഓഗസ്റ്റ് 9 കൊല്ലം ആസ്ഥാനമായി ജോൺ 22 മാർപ്പാപ്പയാണ് കൊല്ലം രൂപത സ്ഥാപിക്കുന്നത്. റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഈ രൂപത. ഫ്രാൻസിലെ ഡൊമിനിക്കൻ വൈദികനായിരുന്നു ജോർദാനോസ് കർത്തോലിയായിരുന്നു ആദ്യ ബിഷപ്പ്. പേർഷ്യയിലെ സുൽത്താനി അതിരൂപതയുടെ സാമന്ത രൂപതയായിട്ടായിരുന്നു കൊല്ലത്തിന് കീഴിൽ, അതായത് പഴയ ഇന്ത്യ മുഴുവൻ അക്കാലത്ത് ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് കൗതുകം. കൊല്ലം കത്തോലിക്ക രൂപതയുടെ ബിഷപ്പ് ഹൗസ് തങ്കശ്ശേരിയിലാണ് നിലവിൽ. 1950 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് കൊല്ലം രൂപത. കൊല്ലത്തെ ഭാരതീയനായ ആദ്യ ബിഷപ്പാണ് ബിഷപ്പ് ജെറോം കോയിവിള എന്ന ഡോക്ടർ ജെറോം എം ഫെർണാണ്ടസ്. ഇദ്ദേഹം 1901 സെപ്റ്റംബർ 8 ചവറയിലെ കോയിവിളയിൽ ജനിച്ചു. സെൻറ് അലോഷ്യസ് സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയായ ജെറോം 1915 സെൻറ് റാഫേൽ സെമിനാരിയിലും സെൻറ് തെരേസ സെമിനാരിയിലുമായി വൈദിക പഠനം നടത്തി. 1936 അദ്ദേഹം അന്നത്തെ കൊല്ലം ബിഷപ്പായിരുന്ന ഫാദർ വിൻസെൻ്റ് ഡേറ്റയുടെ സെക്രട്ടറിയായി. തുടർന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റത്തെ തുടർന്ന് 36 വയസ്സിൽ ജെറോം കൊല്ലത്തെ ബിഷപ്പായി സ്ഥാനമേറ്റു. അന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബിഷപ്പായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. 1937 മുതൽ 1978 വരെ കൊല്ലം ബിഷപ്പായി തുടർന്ന ബിഷപ്പ് ജെറോം ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടു. ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, കാർമല റാണി ട്രെയിനിങ് കോളേജ്, കൊട്ടിയം ഭാരത് മാതാ ITI, ജ്യോതി നികേതൻസ് വുമൻസ് കോളേജ്, ബെൻസിഗർ ആശുപത്രി, നഴ്സിംഗ് കോളേജ് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. 1992 ഫെബ്രുവരി 27 അദ്ദേഹം അന്തരിച്ചു. തങ്കശ്ശേരിയിലെ ഇൻഫന്റ് ജീസസ് കത്തീഡ്രലിലാണ് ജെറോമിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.